ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും പലരും പുതിയ വാഹനങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ് സൗണ്ട് അപ്ഗ്രേഡ് ചെയ്യുക. അതായത് നമ്മുടെ വാഹനത്തിന്റെ സ്റ്റീരിയോ പോരാ, അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്റ്റ് പോരാ എന്ന് പറഞ്ഞ് പലരും സ്റ്റീരിയോസ് റീപ്ലേസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ചിലരെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീക്കർ റീപ്ലേസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഒരു വാഹനത്തിൽ ഇൻബിൽറ്റ് വരുന്ന സ്പീക്കേഴ്സിന്റെ ക്വാളിറ്റി ചിലപ്പം ഒരു പീക്ക് വരെ ചെല്ലത്തില്ല. എന്നാൽ ഒരു നോർമൽ, ഒരു സാധാരണ വ്യക്തിക്ക് ഓക്കെ എന്നുള്ള രീതി മാത്രമായിരിക്കും. എന്നാൽ നന്നായിട്ട് വാഹനത്തിൽ കയറി കഴിഞ്ഞ് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് പാട്ട് കേൾക്കണം, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റോട് കൂടി കേൾക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പീക്കേഴ്സ് റീപ്ലേസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ സ്റ്റീരിയോയിൽ വരുന്ന സ്പീക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ വരുന്ന സ്പീക്കേഴ്സ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ സൗണ്ട് സിസ്റ്റം ഓക്കെ ആകും. ഇങ്ങനെ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. കാരണം സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ഘടകമല്ല, നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് സ്പീക്കർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കേൾക്കുന്ന സൗണ്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സ്പീക്കറിന്റെ ക്വാളിറ്റി പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്പീക്കേഴ്സ് എല്ലാം മാറ്റി കോമ്പൗണ്ടിന്റെ ഒക്കെ വെച്ച് നല്ല സ്പീക്കേഴ്സ് ഒക്കെ ബാക്കിലും ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എഫക്റ്റ് ആകുമോ, അല്ലെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ പറയുന്നതിൽ ഒരല്പം കൂടുതലല്ലാതെ വലിയൊരു എഫക്റ്റ് ഫീൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ കിട്ടത്തില്ല. കാരണം എന്താണെന്നും കൂടെ വളരെ എളുപ്പമായിട്ട് ഞാൻ മനസ്സിലാക്കി തരാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ വരുന്ന ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം അതിൽ കൊടുത്തിരിക്കുന്ന സ്പീക്കേഴ്സിനെ കഴിഞ്ഞും കുറച്ചുകൂടെയും കൂടുതൽ മാത്രം ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് ലവർ ആണ്, അല്ലെങ്കിൽ അതുപോലെ മ്യൂസിക്കിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പാട്ടെല്ലാം കേട്ട് യാത്ര ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനത്തിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആദ്യം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഇനിയിപ്പം ഇൻഫർടൈൻമെന്റ് സിസ്റ്റം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്, കാരണം എനിക്ക് കമ്പനി എന്താണോ വന്നിരിക്കുന്നത് ആ മോഡൽസ് തന്നെ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ഒരു ആംപ്ലിഫയർ അഡീഷണൽ ആയിട്ട് ഫിക്സ് ചെയ്യുക. കാരണം ആംപ്ലിഫയർ ഫിക്സ് ചെയ്യുന്നുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആ സൗണ്ടിനെ, അതായത് ആ വരുന്ന ലോ ഫ്രീക്വൻസി സൗണ്ടിനെ കുറച്ചുകൂടെ ഹൈ ആക്കാൻ സാധിക്കും. കുറച്ചുകൂടെ അല്ല, നല്ല രീതിക്ക് ഹൈ ആക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ആംബ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, ആംബിൽ നിന്നും സ്പീക്കേഴ്സിലോട്ട് ഔട്ട് കൊടുക്കുക. സബൂഫർ നിങ്ങളുടെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്യുക. ഇങ്ങനെ ഒരു ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയൊരു മൈന്യൂട്ട് സൗണ്ട് ആണെങ്കിൽ പോലും കോമ്പണന്റ് സ്പീക്കേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ട്യൂട്ടേഴ്സിനകത്ത് നിന്നാണെങ്കിലും നമുക്ക് ആ സ്പീക്കേഴ്സിനാണെങ്കിലും വളരെ വൃത്തിയായിട്ട്, അല്ലെങ്കിൽ ആ സൗണ്ട് എഫക്റ്റ് കൃത്യമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ പലരും ഇതിനകത്ത് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആംബോ കാര്യങ്ങളൊന്നും വെക്കത്തില്ല, ജസ്റ്റ് സ്പീക്കേഴ്സ് മാത്രം അപ്ഗ്രേഡ് ചെയ്യും. പക്ഷെ അതുകൊണ്ട് നമുക്കൊരു പീക്ക് ലെവൽ, അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കിട്ടത്തില്ല. പിന്നെ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സൗണ്ട് കൂട്ടിയിടുക എന്നുള്ളതാണ്. അത് തെറ്റായ ഒരു ധാരണയാണ്. കാരണം വാഹനത്തിൽ അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മളൊരു സൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ക്ലാരിറ്റിയിലാണ് കാര്യം ഇരിക്കുന്നത്. കാരണം ആ സൗണ്ടിന്റെ ക്ലാരിറ്റി എത്രത്തോളം വരുന്നു, നമുക്ക് അതുപോലെ ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റിയിലാണ് കാര്യം. അതുകൊണ്ട് ഇനിയെങ്കിലും നിങ്ങൾ വാഹനത്തിന്റെ സ്റ്റീരിയോസ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം മുഴുവൻ മാറി ആംബ് വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി ചിലരെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ അത് മാറാൻ പ്ലാൻ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒരു ആംബ് വെച്ച് ബാക്കിയുള്ള സ്പീക്കേഴ്സിന് ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയാണ്, ചെയ്യുകയാണെങ്കിൽ ജെനുവിൻ ആയിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടി ചെയ്യുന്ന സ്ഥലത്ത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ ഓടും, പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും അതവിടെ കിടന്നു പോകും. അതുകൊണ്ട് മറക്കാതെ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വേണം.